പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരിക്കണം കേട്ടോ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്തേ, ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരോടും ചോദിച്ചാൽ സന്തോഷമാണോ എന്ന്. സന്തോഷത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ അഭിഷിക്തനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തിനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മണിക്കുട്ടൻ ബ്രദറിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവിനായി, പൈതലിനായി, സതീഷ് പാസ്റ്റർക്കായി. ഞങ്ങൾ വളരെ നാളുകൾ മുമ്പേ മുതലേ പരിചയക്കാരാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ കുവൈറ്റിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്ന സമയത്ത് എനിക്ക് കുവൈറ്റ് വിസിറ്റ് ചെയ്യുവാനും അതിനു മുമ്പ് തന്നെ ദേവദാസൻ അവിടെ ഞങ്ങളുടെ ചർച്ചിൽ വരുവാനും ഇടയായി തീർന്നു. ഞാൻ അവിടെ ചെന്ന് കുവൈറ്റിൽ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിലും കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എന്ന് ഞങ്ങളുടെ ഹാളിൽ കടന്നു വന്നു അന്ന് മുതലേ ആ ദൈവദാസനുമായിട്ട് എനിക്ക് നല്ല പരിചയമാണ്. ഞങ്ങളെപ്പോഴും പ്രാർത്ഥനയിൽ അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുവാനും വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് ജാഗരിക്കുവാനൊക്കെ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ മണിക്കുട്ടൻ ബ്രദറും ഹല്ലേലൂയ മാതാവും പ്രിയ പൈതലുമായിട്ട് അവിടെ കടന്നു വരുവാൻ അതിന് മുമ്പ് 2 പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ യാത്രയിൽ സമയത്തും വീട്ടിൽ കടന്നു വന്നില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ അങ്ങോട്ട് പോയി പ്രിയപ്പെട്ടവനെ കണ്ട് പ്രാർത്ഥിപ്പാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളൊരു ആത്മീയ ബന്ധം പുലർത്തിക്കൊണ്ട് വരുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം എനിക്കൊരു നിയോഗം തന്നതനുസരിച്ച് ഞാൻ ഇവിടേക്ക് കടന്നു വരുവാൻ ചില ദിവസങ്ങൾ അവരുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാനും തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ശനിയാഴ്ച കർത്താവിൻ്റെ അഭിഷിക്തൻ അവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു കുടുംബമായി. അങ്ങനെ എന്നെ ഇവിടേക്ക് ക്ഷണിക്കുകയും ആക്ച്വലി സൺഡേയിലാണ് എന്നെ ഇവിടേക്ക് വിളിച്ചത്. പക്ഷേ ഞാൻ അതിന് മുമ്പ് വേറൊരു ദൈവദാസന് ഞാൻ സമയം കൊടുത്തിരുന്നത് കൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം തരണം എന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് തിങ്കളാഴ്ച വൈകിട്ടാണ്. പക്ഷേ തിങ്കളാഴ്ച ഇത്രയും ആളുകളെ പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അത് നല്ലതായി. ഞാൻ തിങ്കളാഴ്ച യാത്ര ചെയ്തു വന്ന അല്പം ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യവും ശുശ്രൂഷയിലേക്കും കയറാം. ഇന്നൊരു ഉച്ചയായ സമയത്ത് ദൈവാത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടു. നിൻ്റെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടാൻ പോവുകയാണ്. ശക്തമായി ഇടപെട്ടു. അപ്പം ഞാൻ അതിനെ 2 പ്രാവശ്യം ശാസിച്ചു പ്രാർത്ഥിച്ചു. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് റിലീസായി. ദൈവാത്മാവ് നമ്മുടെ ഒരു വിഷയം നമ്മളോട് പറയുമ്പോൾ അത് കാണിച്ചെങ്കിൽ നമ്മളതിനെ ശാസിച്ച് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന് മുമ്പിൽ നമുക്ക് വിടുതല. അപ്പോൾ ഈ വയ്യ വേളയിൽ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ മണിക്കുട്ടൻ ബ്രദർ വീട്ടിൽ കടന്നു വന്നു. ഭവനത്തിൽ വന്നപ്പോൾ പക്ഷേ നാളെ എപ്പോഴാണ് ട്രെയിനിൻ്റെ സമയം? ഞാൻ പറഞ്ഞു 12:50, 12:55. അപ്പോൾ അവിടെ ചെല്ലുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞു മറ്റന്നാൾ രാവിലെ. അതെങ്ങനെയാണ് പാസ്റ്ററെ? അപ്പം അന്നേരമാണ് ഞാനിത് എടുത്തൊന്നുകൂടെ ഒന്ന് നോക്കി. ഞാൻ ആക്ച്വലി വിചാരിച്ച നാളെ ഉച്ചയ്ക്ക് 12:55 ട്രെയിനെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനകത്ത് എഴുതി 12:55 AM എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടുന്ന് കൊച്ചുവേളിയിൽ നിന്നാണ്. അപ്പം ദൈവം നമ്മളെ ഓർപ്പിക്കുകയും അതിൻ്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ കർത്താവ് ഹല്ലേലൂയ നമ്മളെ ഓർപ്പിക്കുന്ന ആ ദൈവീയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യസ്ഥത്തിലായിരിക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ലായിരുന്നു. ഇവിടെ 6ലോ 7ലോ പഠിക്കുന്ന പിള്ളേരുണ്ടോ? മോനത്രല്ല 6. മോനൊന്ന് എഴുന്നേറ്റ് നിന്നേ. ഇരുന്നു. ഇനി ഈ മോൻ്റെ അത്രയും നീളം എനിക്കില്ലായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാവും പിതാവും
രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളെല്ലാവരും മർത്തമ പാരമ്പര്യത്തിലുള്ളത്. ഞങ്ങളുടെ ആ ദേശത്ത് ഇരവിപ്പേരൂർ, തിരുവല്ല ഇരവിപ്പേരൂർ, കുമ്പനാടിനിപ്പുറം. നിങ്ങൾക്കറിയാമല്ലോ, കുമ്പനാടൊക്കെ നമ്മുടെ IPCയുടെ കേന്ദ്രമല്ലേ, അതിനിപ്പുറത്ത് 2 കിലോമീറ്റർ ഇപ്പുറം. അവിടെയാണ് എൻ്റെ ജന്മദേശം. എൻ്റെ മാതാവ് ആദ്യം രക്ഷയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് എൻ്റെ മാതാവും പിതാവും അവർ ഒരുമിച്ച് സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ 4 സഹോദരന്മാരാണ്. ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ അപ്പയമ്മമാരുടെ കൂടെ ആരാധനയ്ക്ക് കടന്നു പോകും. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് കടന്നു പോയപ്പോൾ അവിടെ വരുന്ന ദൈവദാസന്മാർ വചനം എടുത്ത് വായിക്കാൻ പറയും. അപ്പം ഞാൻ പെട്ടെന്ന് വചനം എടുക്കും, വായിക്കും. പക്ഷെ ആർക്കും മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ദൈവദാസൻ കടന്നു വന്ന് ദൈവവചനം വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാനെടുത്ത് വായിച്ചു. അവർക്ക് ആർക്കും ഒന്നും മനസ്സിലില്ല. അദ്ദേഹം എന്നെ ശാസിച്ച്, നീ വായിക്കണ്ട, വേറെ എങ്കിലും വായിക്കാൻ പറഞ്ഞു. അതെൻ്റെ ഹൃദയത്തിന് ഭയങ്കര വേദനയായി മാറി. അന്ന് രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ എഴുന്നേറ്റിരുന്ന് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ആ ഏങ്ങലടിയുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിപ്പം ഞാൻ തലയണ എടുത്ത് എൻ്റെ മുഖത്ത് പൊത്തിപ്പിടിച്ചു. ആ തലയണ മുഴുവനും കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. നമ്മുടെ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിൻ്റെ കണ്ണുനീരിനെ കുപ്പിയിലാക്കുന്ന ദൈവം. കാരണം അത് ശേഖരിച്ചു വെക്കും ദൈവം. ഞാൻ പറയട്ടെ, 2 വർഷത്തിന് ശേഷം മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു കൂടിവരവിൽ എൻ്റെ മാതാവ് രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്ന ദൈവദാസൻ അവിടെ കടന്നു വന്നു. അദ്ദേഹം ദൈവവചനം വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാനെടുത്ത് നല്ല സ്ഫുടമായി നീട്ടേണ്ടടുത്ത് നീട്ടി, നിർത്തേണ്ടടുത്ത് നിർത്തി, അതിൻ്റെ ലെവലിനൊത്ത് വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുവാണ്, ഞാൻ മുഖാന്തരം രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്ന പ്രിയ മാതാവിൻ്റെ മകൻ ഇന്ന് രാത്രി ദൈവവചനം വായിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അന്ന് എൻ്റെ ഹൃദയത്തിനകത്തെ വേദന മാറിപ്പോയത്. ഏതൊരു വിഷയത്തിൻ്റെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടുവോ അത് ദൈവത്താൽ സംഭവിച്ചതാണ്. അതങ്ങനെ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. അതും ദൈവത്താൽ സംഭവിച്ചതാണ്. അതേ വിഷയം അതേ നിലവാരത്തിൽ മറ്റൊരു ദൈവദാസനിൽ കൂടെ പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയെ മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ഹൃദയത്തിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പം കണ്ണുനീരൊഴുക്കിയാൽ നിന്റെ കണ്ണുനീരിനെ മാറ്റുന്ന ദൈവം, അത് അനുഗ്രഹമായി വെളിപ്പെടുന്ന ദിനങ്ങൾ നിന്റെ മുമ്പിലുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഞാനിന്നായിരിക്കുന്നത് ബോംബെയിൽ അംബർനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദിക്കാരുടെ ഇടയിൽ ഹിന്ദിയുടെ ആരാധന നടത്തുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതിനും ഒരു വലിയ സാക്ഷ്യമുണ്ട്. ഞാൻ 7ാം ക്ലാസ് പാസ്സായി 8ാം ക്ലാസ്സിലേക്ക് കടന്നു ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ സമയത്ത് വലിയ നീളമൊന്നുമില്ല. ഈ മോൻ്റെ അത്രയൊക്കെ നീളമേ ഉള്ളൂ, അല്പം കൂടെ കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ഏറ്റവും മുമ്പിലുള്ള ബെഞ്ചിലാണ് പോയിരുന്നത്. ഹിന്ദിയുടെ അധ്യാപകൻ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമസ്തേ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വലിയ കാപ്പിക്കപ്പുണ്ട്. ആ കാലഘട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. ദൂരെ നിന്നേ വിറയ്ക്കും. ആ ഒരു കാലഘട്ടമാണ് 72, 73 ആ കാലഘട്ടം. അദ്ദേഹം ക്ലാസ്സിലേക്ക് കടന്നു വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമസ്തേ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ആദ്യം എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ഏറ്റവും മുമ്പിലാണ് ഇരുന്നത്. ആദ്യം എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് എന്നോട് ഹിന്ദിയിൽ ഭായ് എന്നതിൻ്റെ മലയാളം അർത്ഥം പറയാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഭാവം കാണുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ കാപ്പികമ്പ് കാണുകയും ചെയ്തപ്പോൾ എന്നെ അങ്ങോട്ട്, ഞാൻ അന്നേരം അവിടെ താഴെ വീഴുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സീനിയർ വിദ്യാർത്ഥി എൻ്റെ പുറകിലിരിപ്പുണ്ടായിരുന്നു സൈഡിൽ. ആ പുള്ളിക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നായരുടെ അച്ചിന്ന്. ഞാനിത് കേട്ട മാത്രമേ ഞാൻ വിളിച്ചു പറഞ്ഞു, നായരുടെ അച്ചിന്ന്.
ഇദ്ദേഹം ഒരു നായരായിരുന്നു. നായരുടെ ഭാര്യമാരെ അച്ഛന്മാരെന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ എന്നിൽ കൂടെ ഒരു പാര കൊടുത്തതാണ് ഈ അധ്യാപകന് സീനിയർ വിദ്യാർത്ഥികൾ, അവിടെ തോറ്റു കിടന്ന വിദ്യാർത്ഥികൾ. അദ്ദേഹം എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു, കൈ നീട്ടാൻ പറഞ്ഞു. ഈ കാപ്പിക്കമ്പ് കൊണ്ട് പൊതിരി അങ്ങ് തല്ലി. അപ്പം 2ാമത്തെ ക്ലാസ്സിലും കടന്നു വന്നു. ആഴ്ചയിൽ 2 ഹിന്ദി ക്ലാസ്സസ് ഉണ്ട്. 2ാമത്തെ ക്ലാസ്സിലും അദ്ദേഹം വന്ന് എന്നെ എഴുന്നേപ്പിച്ച് നിർത്തി. ഭായ് എന്നതിൻ്റെ മലയാളം അർത്ഥം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് കൈ നീട്ടാൻ പറഞ്ഞു, പൊതിരെ തല്ലി. അപ്പോൾ സീനിയർ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി ഈ വർഷം മുഴുവൻ അടി കൊണ്ടിച്ചാകും. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇനിയും ഹിന്ദിയുടെ ക്ലാസ്സിൽ ഫ്രണ്ടിലിരിക്കേണ്ട, ഏറ്റവും പുറകിലുള്ള ഡെസ്കിനടി വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ കാര്യമേറ്റെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 8ാം ക്ലാസ്സിലെ ഹിന്ദി വിദ്യാഭ്യാസം മുഴുവനും ഏറ്റവും പുറകിലുള്ള ബെഞ്ചിനടി പോയി കിടന്ന് ഞാൻ അങ്ങേയറ്റ ഹിന്ദിയെ വെറുത്ത് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ഞാൻ ഹിന്ദി പഠിച്ചില്ല. ഹിന്ദിക്ക് എനിക്ക് ലഭിച്ച മാർക്ക് 1, 2 കൂടി വന്നാൽ 8 മാർക്ക്. അന്ന് ഈ ലാംഗ്വേജും സബ്ജക്റ്റും ഒക്കെ വേറെ വേറെ ആയിട്ട് എഴുതാമായിരുന്നത് കൊണ്ട് 10ാം ക്ലാസ്സിൻ്റെ വരമ്പ് ഞാൻ കടന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഏതൊരു വിഷയത്തിൽ എന്നെ ഞാൻ നിന്ദിക്കപ്പെട്ട് വെറുത്തോ, അതേ വിഷയത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇന്നൊരു ഹിന്ദിയുടെ ശുശ്രൂഷകനായി അംബർനാഥിലെ ഹിന്ദിക്കാരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് എത്ര മഹാനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഹല്ലേലൂയ, ഞാൻ നിന്ദിക്കപ്പെട്ടവനാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇന്ന് രാത്രിയിൽ ഇവിടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റിക്കളയുന്ന ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആ ദൈവത്തെ നാം ആരാധിക്കുന്നത്, ആ ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായാണ് ഇന്ന് രാത്രി നാം ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒരു യോഗ്യതയുമില്ലായിരുന്ന എന്നെ യോഗ്യനാക്കി തീർത്ത ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഗ്യതാ സേ ബെഡ്കേ ദിയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അതേ മലയാളം പാട്ട് തന്നെയാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. ഒരു യോഗ്യതയുമില്ലായിരുന്ന എന്നെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദവി നൽകി. നിങ്ങളൊക്കെ വിചാരിക്കും ദൈവദാസൻ എന്ന് പറയുന്ന പദവി ഏതാണ്ട് നിന്ദിക്കപ്പെട്ടതാണ്. ലോകത്തിലേക്കും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവസന്നിധിയിലെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാരായിരുന്നു? ഉറക്കപ്പറ. ശൗൽ. ശൗൽ ഏത് ഗോത്രക്കാരനായിരുന്നു? ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരെക്കാളും തോൾ മുതൽ നീളമേറിയവൻ. ഹല്ലേലൂയ. ദൈവം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുത്തത് ശൗലിനെയാണ്. പക്ഷെങ്കിൽ ശൗല രാജ്യത്വം എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി കളഞ്ഞു. അതും കൂടാതെ താൻ ചെയ്യരുതാത്ത ഒരു കാര്യം കൂടെ താൻ ചെയ്തു.
പുരോഹിത ശുശ്രൂഷ ചെയ്തു. ദൈവത്തിൻ്റെ അഭിഷിക്തൻ വരുന്നതിനും താമസിക്കുന്നത് കണ്ടപ്പോൾ താൻ കയറി എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു. അങ്ങനെ പഴയ നിയമത്തിലെ ശൗൽ എന്ന വ്യക്തി തൻ്റെ രാജ്യത്വവും പുരോഹിത ശുശ്രൂഷയും നിന്ദിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രാജ്യത്വവും രാജാവിൻ്റെ പദവിയും പുരോഹിത പദവിയും നിന്ദിച്ചു കളഞ്ഞ അതേ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതേ പേരുകാരനായ ശൗലിനെ, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളിൽ പാണ്ഡിത്യമെടുത്ത ശൗലിനെ ദൈവം തിരഞ്ഞെടുത്ത് ഒന്നാമത്തെ അപ്പോസ്തലനാക്കി മാറ്റി. ഹല്ലേലൂയ. അതേ ശൗലിനെ, ഏത് ശൗൽ രാജ്യത്വവും പുരോഹിത സ്ഥാനവും താൻ നിന്ദിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റിക്കളഞ്ഞുവോ, പുതിയ നിയമത്തിലെ ശൗൽ പൗലോസായി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് രാജകീയ പുരോഹിത വംശം എന്ന പദവിയിലേക്ക് ആമേൻ ദൈവജനത്തെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചില കാര്യം ചെയ്തെടുക്കും. ദൈവവചനത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആമേൻ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ആദ്യം ചെയ്തെടുത്ത ശുശ്രൂഷ എന്തുവായിരുന്നു? കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുകയായിരുന്നു, അല്ലേ? അതിനും ദൈവത്തിനൊരു കണക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കത്താൽ സകല ജനത്തെ നശിപ്പിച്ച് നോഹയും കുടുംബത്തെയും പെട്ടകത്തിൽ കയറി ഹല്ലേലൂയ ദൈവം രക്ഷപ്പെടുത്തി. ഭൂമിയിൽ വെള്ളം വറ്റിയപ്പോൾ അരാറാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ച സമയത്ത് അവൻ പുറത്തിറങ്ങി യഹോവയ്ക്ക് യാഗപീഠം കഴിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ കൃഷിയൊക്കെ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ആ മുന്തിരിയുടെ വീഞ്ഞു കുടിച്ചവൻ ലഹരി കെട്ട് കിടന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇത് കണ്ടിട്ട് പുറത്തു വന്ന് സഹോദരന്മാരോട് പറഞ്ഞു, അപ്പൻ അവിടെ തൻ്റെ വെളിവ് കെട്ട് നഗ്നനായി കിടക്കുന്നു. മറ്റ് 2 മക്കളും പുതപ്പുമായി ചെന്ന് പിന്തിരിഞ്ഞ് നിന്ന് എന്ത് ചെയ്തു? അപ്പനെ വസ്ത്രം ധരിപ്പിച്ചു. താൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞിട്ട് കനാനെ ശപിച്ചു. ആരാ ശപിക്കപ്പെട്ടത്? ഒന്നും അറിയാത്ത കനാൻ ശപിക്കപ്പെട്ടു. കൊച്ചുമകൻ ഇതൊന്നും അറിഞ്ഞതല്ല. പക്ഷെ ശാപം എവിടേക്ക് വന്നു? കൊച്ചുമകനിലേക്ക് വന്നു, കനാനിലേക്ക് വന്നു ശാപം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം തുടങ്ങിയപ്പോൾ കനാനിൽ ഒരു വലിയ വിരുന്ന് കല്യാണം നടക്കുകയാ. അവിടേക്ക് താൻ കടന്നു ചെന്നു. അപ്പോൾ അവിടെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ വിഷയത്തിൻ്റെ മുഖത്താണ്, ഈ വീഞ്ഞിൻ്റെ പേരിലാണ് കനാൻ ശപിക്കപ്പെട്ടത്. അതേ ശാപം മാറ്റുവാൻ യഹോവയായ ദൈവത്തിൻ്റെ പുത്രനും ദൈവം
കനാനിലേക്ക് പ്രവേശിക്കുക. ഉഠമന ബലബ ശമന റദന ഘടകസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് എവിടെ ശാപം വീണോ നിന്റെ ശാപം മാറ്റുവാൻ ഹല്ലേലൂയ കാൽവരിയിൽ കുലത്തിൽ യാഗമായി തീർന്നവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ നിന്റെ ശാപത്തെ മാറ്റി എഴുതുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൽപ്പത്രങ്ങളിൽ വെള്ളം നിറച്ചതേ ഉള്ളൂ, വെള്ളം കോരിക്കൊണ്ട് കൊടുക്കാനാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഏത് കനാനെ, ഈ മുന്തിരി ചാറ് നിമിത്തമല്ലേ നീ ശപിക്കപ്പെട്ടത്? അതേ വിഷയത്തിൻ്റെ മുമ്പിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. ഹല്ലേലൂയ. ആ പഴയ വീഞ്ഞല്ല, ഇത് പുതിയ വീഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ദൈവജനത്തിലേക്ക് വരട്ടെ. ഇന്ന് പകൽക്കാലം രാത്രിയിൽ ശുശ്രൂഷിക്കുവാൻ നമുക്കൊരു വാക്യം വായിക്കാം. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരാം. 2-ാം അധ്യായം 12-ാം വാക്യം. വായിച്ചു വായിച്ചു. മതി മതി. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഉറക്കെ വായിച്ച് ശബ്ദം ഉയർത്തി. ആ ആ ആ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഒരു ദൈവദാസൻ ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം റബ്ബറും തോട്ടത്തിൽ കൂടി ഇങ്ങനെ കയറിപ്പോയപ്പോൾ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം താൻ റബ്ബറും തോട്ടത്തിൽ ഒരുപാട് ചിരട്ട കിടക്കുന്നത് കണ്ടു. ചില ചിരട്ടകൾ നോക്കിയപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് ഇരിക്കുക. ചില ചിരട്ടയുണ്ട് നേരെ ഇരിപ്പുണ്ട്, ചില ചിരട്ടയുണ്ട് കമന്ന് കിടക്കുന്നു. താൻ നോക്കിയപ്പോൾ മഴ പെയ്യുന്നുണ്ട്, മഴയ്ക്കൊരു കുറവുമില്ല. ഈ ചരിഞ്ഞ് കിടന്ന ചിരട്ട നോക്കിയപ്പോൾ വെള്ളം അതിനകത്ത് വീഴുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ചരിഞ്ഞ കിടക്കുന്നതുകൊണ്ട് ആ ചരിഞ്ഞ് കിടക്കുന്ന അത്രയും ഭാഗത്തിനകത്തേ വെള്ളമുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ ഒഴുകിപ്പോവുക. മറ്റു ചിലത് കണ്ട് നേരെ ഇരിക്കുന്നത് അതിനകത്ത് വെള്ളം കവിഞ്ഞൊഴുകുകയാണ്. മറ്റു ചിലത് കണ്ട് കമന്ന് കിടക്കുക. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇടിവെട്ടി മഴ പെയ്താലും അതിനകത്ത് ഒരു എറിച്ചിൽ പോലും കയറത്തില്ല. അപ്പോൾ ദൈവസന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ മറ്റുള്ള എല്ലാ ചിന്തകളെയും നമ്മൾ വെടിഞ്ഞിട്ട് ദൈവസന്നിധി അല്പസമയം നമുക്ക് നേരെ ഒന്നിരിക്കാം. ഹല്ലേലൂയ. സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. കാരണം ഇന്ന് രാത്രി ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിങ്ങൾ നിറയപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇനി നമുക്ക് ആ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ. രൂത്തിന്റെ പുസ്തകം. ബേത്ലഹേമിൽ ആ ആ ആ ആ ആ മതി, നമുക്ക് നിർത്തിപ്പോ. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി. ബേത്ലഹേമിൽ നിന്നും ഒരു പുരുഷൻ തൻ്റെ ഭാര്യയും 2 മക്കളുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി. ബേത്ലഹേം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം. പ്രൈസ് ദി ലോർഡ്. അപ്പത്തിന്റെ ഭവനമാ. പക്ഷെങ്കിൽ അവിടെ ഇപ്പോൾ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്ഷാമം. ക്ഷാമം വന്നപ്പോൾ
അതിനെ സഹിക്കാൻ വയ്യാതെ മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി. മോവാബ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട പട്ടണമാണ്, ശപിക്കപ്പെട്ട ദേശം. അല്പസമയം പ്രാർത്ഥനയോടെ ആയിരിക്കണേ, ശ്രദ്ധയോടെ. ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് പ്രതിസന്ധികളും കഷ്ടതയും പട്ടിണിയും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇതാണോ അപ്പത്തിൻ്റെ ഭവനമെന്ന് ചോദിച്ച് അതിനെ സഹിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം അപ്പത്തിൻ്റെ ഭവനം വിട്ട് ഓടുന്ന ആൾക്കാരെ ഇത് കാണിക്കുക. അവരോടിയത് എങ്ങോട്ടാണെന്നറിയാമോ? മോവാബ് ദേശത്ത്, ശപിക്കപ്പെട്ട ദേശത്ത്. 10ാം തലമുറ വരെ ദൈവഭാഗത്ത് വരുവാൻ യോഗ്യതയില്ലാതിരുന്ന മോവാബിയ ദേശം. ഹല്ലേലൂയ. അവിടേക്കാണ് ഇവർ പോയത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അവിടെ കടന്നു ചെന്നപ്പോൾ തൻ്റെ ഭർത്താവായ എലീമലേക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. താൻ വളരെ കണക്ക് കൂട്ടിയാ പോയത്. എനിക്ക് 2 ആരോഗ്യമുള്ള ആൺകുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങൾ നേടും, ഞങ്ങൾക്കിവിടെ കിടക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ കടന്നു ചെന്നപ്പോൾ എലീമിലേക്ക് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 മക്കള്. അവരുടെ പേരെന്താ? 2ാം വാക്യം ഒന്ന് വായിച്ചേ. ഇതൊക്കെ മഹ്ലോനും കില്യോനും. മഹ്ലോൻ എന്ന പേരിൻ്റെ അർത്ഥം രോഗി, കില്യോൻ എന്ന പേരിൻ്റെ അർത്ഥം ബലഹീനൻ. ഇവർ 2 പേരും പോയി. ഇവർ 2 പേരെയും കൂട്ടിക്കൊണ്ട പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോവാബ്യ സ്ത്രീകളെ ഇവരെന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. മൂത്തവൾക്ക് ഓർപ്പ എന്ന്, ഇളയവൾക്ക് രൂത്തെന്നും പേര്. ഈ മഹ്ലോനും കില്യോനും മരിച്ചു എന്ന് പറഞ്ഞാൽ, നവോമിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആൺപ്രജകളെല്ലാം തൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. താൻ ഏകയായി മാറി. ദൈവത്തെ വിട്ട് ഓടുന്നവരെ ഒരു കാര്യം ഓർത്തുകൊള്ളുവീൻ, നിങ്ങൾ ദൈവത്തെ വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ശൂന്യമായി മാറും, 0 ആയി മാറും. ഇവർ 2 സന്തതികളും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ നവോമി തൻ്റെ മരുമക്കളായ ഓർപ്പയെയും രൂത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ താന്താൻ്റെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുവീൻ. ദൈവം നിങ്ങളോട് നല്ലത് ചെയ്യട്ടെ. എന്നോട് കൈപ്പായുള്ളത് പ്രവർത്തിച്ചു. അപ്പോൾ ഓർപ്പ എന്ന് പറഞ്ഞവൾ വന്ന് ചുംബിച്ച് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് അവൾ പുറപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാരും ജനമൊക്കെ തടിച്ചു കൂടിയപ്പോൾ യേശുക്രിസ്തു അത്ഭുതം ചെയ്തു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടെ എല്ലാവരും കൂടെ അവിടെ ചേർന്ന് നോക്കുമ്പോൾ 10,25,000 പേരുണ്ട്. അത്ഭുതം പ്രവർത്തിച്ച് അവരെ അപ്പം മീനും വയറ് നിറയെ തീറ്റിച്ച് 12 കൊട്ട നിറച്ചെടുത്ത് ശിഷ്യന്മാരുടെ തലയിലും വെച്ചു കൊടുത്തു. നിങ്ങളും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ജനം വിചാരിച്ചു, യേശുവിൻ്റെ കൂടെ നടന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും, ഒരു കുഴപ്പമില്ലാതെ. പക്ഷേ
യേശു തമ്പുരാൻ ഒരു കാര്യം ചെയ്തു. പതുക്കെ പതുക്കെ അങ്ങോട്ട് ഉപദേശത്തെ അങ്ങോട്ട് സ്ഥാപിക്കാൻ തുടങ്ങി. ഓരോരോ ഉപദേശങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വന്നു. ഈ ഉപദേശം അങ്ങോട്ട് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു? പൊഴിഞ്ഞു പോകാൻ തുടങ്ങി. യേശു തലയുയർത്തി നോക്കിയപ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി. ശിഷ്യന്മാർ മാത്രമുണ്ട്. അപ്പോൾ യേശു ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങളും പൊയ്ക്കോ. നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നാഥാ, ഞങ്ങൾ നീ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല നിന്റെ പുറകെ വന്നത്, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ആ നിത്യജീവന്റെ മൊഴികൾ കേട്ടത് കൊണ്ടാണ് നിന്റെ പിന്നാലെ ഞങ്ങൾ യാത്ര തിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, നമ്മൾ എന്തിനാ ഇന്ന് രാത്രി വന്നെന്നറിയാമോ? ആ നിത്യജീവന്റെ മൊഴി കേൾക്കാൻ വേണ്ടിയാ. കാരണം നിത്യജീവനായി വിളിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓർപ്പ വിട്ടുപോയി. ചിലരങ്ങനെ ചില നാളുകളൊക്കെ വരും. അത് കഴിയുമ്പം ഒരു പൊട്ടിക്കരച്ചിൽ, ഒരു ചുംബനമൊക്കെ തന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിലേക്ക് അവർ മടങ്ങിപ്പോകും. പക്ഷേ രൂത്ത് എന്നവളോ, ഹല്ലേലൂയ, അവിടെയാണ് നമ്മൾ ഹല്ലേലൂയ വായിക്കുന്നത്. ആമേൻ. അവൾ പറയുന്നത് അതിൻ്റെ 16-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ച്. ആ ആ ആ ആ ആ ആ ആമേൻ. ആ ആ ആ ആ മതി, നിൽക്കണേ. എന്തുകൊണ്ടാണ് മോവാബിയ സ്ത്രീയായ രൂത്ത് നവോമിയോട് അങ്ങനെ പറയാനുണ്ടായ കാരണം? നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. മരണത്താലല്ലാതെ നമ്മളെ തമ്മിൽ വേർതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് രൂത്ത് അങ്ങനെ പറഞ്ഞത്? ഹല്ലേലൂയ. നവോമിയുടെ ഇഷ്ടപ്രകാരം നവോമി പോയതല്ല. നവോമി നിർബന്ധത്താൽ പോകേണ്ടി വന്നവളാ. നവോമി ദർശനം പ്രാപിച്ചവളായിരുന്നു. അവൾ ചെന്നിടത്ത് തൻ്റെ ദൈവത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ശപിക്കപ്പെട്ട ദേശത്ത് ചെന്നിടത്ത് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നവോമി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു ജാതീയ സ്ത്രീ പറയുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെങ്കിൽ നമ്മളും അല്ലെങ്കിൽ ഇതുപോലെ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് എത്തപ്പെട്ടാലും, നമുക്ക് ആഗ്രഹമില്ലായിരുന്നു എങ്കിലും ചില സന്ദർഭങ്ങളിൽ എത്തപ്പെടുവാൻ ഇടയായി തീർന്നാൽ നീ പ്രാപിച്ച ദർശനം ഒരിക്കലും മങ്ങിപ്പോകരുത്. അവിടെ ചെന്ന് നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അവിടെ നവോമി തന്റെ ദൈവത്തെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ ശപിക്കപ്പെട്ട ഹല്ലേലൂയ ദേശത്തെ ഒരുവൾ അവൻ നവോമിയുടെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ഇടയായി. നവോമിയുടെ ദൈവത്തെ കണ്ടുമുട്ടി. ശാപത്തെ മാറ്റുന്ന ഒരുവനെ കണ്ടുമുട്ടുവാൻ അല്ലെങ്കിൽ നവോമി മുഖാന്തരം രൂത്തിന്റെ ജീവിതത്തിൽ ഇടയായി തീരുകയാ. അവൾ പറയുകയാണ്. അപ്പോൾ നവോമി ചെയ്തെടുത്തത് എന്തോന്നറിയാമോ? തൻ്റെ ദൈവത്തെ വെളിപ്പെടുത്തി, തൻ്റെ ജനത്തെ വെളിപ്പെടുത്തി, തൻ്റെ ദേശത്തെ വെളിപ്പെടുത്തി. ആമേൻ. ഇപ്പൊ നമ്മളിൽ പരമേൽപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ എവിടെ കൂടുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദേശത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാ, ഞാൻ ഇന്ന സഭയിൽ കൂടുന്നവനാ. ഹല്ലേലൂയ. ഇത് വെളിപ്പെടുത്താനുള്ളവരാ നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ ജനത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് രൂത്തിന് മനസ്സിലായി.
ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇവരവിടെ വിട്ട് ഓടി വന്നവരാ. ഈ ജനത്തിൻ്റെ അടുക്കിലേക്കാണ് നവമി പോകുവാൻ. 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ച്. ആ ആ ആ നോക്കിക്കേ, അവിടെ പറയുകയാണ് യഹോവയായ ദൈവം തൻ്റെ ദേശത്തെ സന്ദർശിച്ചു എന്നവൾ മനസ്സിലാക്കി. അപ്പോൾ അവള് നിർബന്ധത്താൽ അവിടെ ദേശം വിടേണ്ടി വന്നവൾ വന്ന അന്ന് മുതൽ അവൾ ഇങ്ങനെ ആരെങ്കിലും അതുവഴി പോകുമ്പോൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ദേശത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, എൻ്റെ ദേശത്തിൻ്റെ അവസ്ഥ മാറിയോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ആമേൻ ആമേൻ. നിന്റെ അവസ്ഥയെ മാറ്റുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. എന്നും ഒരേ രീതിയിൽ ഇടുന്ന ദൈവമല്ല. ദൈവം ദേശത്തെ സന്ദർശിക്കുന്നവനാ, അവസ്ഥകളെ മാറ്റുന്നവനാ, അനുഗ്രഹത്തിന്റെ പാന്താവിലേക്ക് നിന്നെ നടത്തുന്നവനാണ് ദൈവം. എന്നും ഒരേ അവസ്ഥയിൽ ദൈവം നിന്നെ ഇട്ടേക്കത്തില്ല. നിന്റെ അവസ്ഥയെ ദൈവം മാറ്റുവാൻ പോകുക. ഹല്ലേലൂയ. ഇപ്പൊ നിർബന്ധത്തെ പോകേണ്ടി വന്നാലും അകത്തു പ്രാപിച്ച ദർശനം മങ്ങാത്തിടത്തോളം കാലം ദൈവം നിന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ പ്രാപിച്ച ദർശനമുണ്ടല്ലോ, നമ്മൾ ആ ദർശനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. അപ്പോൾ അമ്മയമ്മയ്ക്ക് മനസ്സിലായി ഇനി എന്തോ പറഞ്ഞാൽ ഇവിടെ മാറ്റാനൊക്കത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്നത് അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. ആരൊക്കെയാണെന്നറിയാമോ? അമ്മാവി അമ്മയും മരുമകളും. ഹല്ലേലൂയ. അമ്മാവി അമ്മയും മരുമകളും ഒരുമിച്ച് നടക്കുക. ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, കുടുംബം ഒരുമിച്ച് നടന്നാൽ, സഭ ഒന്നിച്ച് നടന്നാൽ നിന്റെ മുമ്പിൽ ചിലത് വെളിപ്പെടാൻ പോകുക. 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ച്. 1-ന്റെ അവസാനം. ആ ആ ആ ആ ആ ഓ, അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിങ്കൽ ബേത്ലഹേമിലെത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദേശത്ത് കൊയ്ത്ത് നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. അവർ ഒരുമിച്ച് നടന്നപ്പോൾ നവോമിയുടെ ജീവിതത്തിലും രൂത്തിന്റെ ജീവിതത്തിലും ഒരു കൊയ്ത്തിന്റെ അനുഭവം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ, കുടുംബമായി ഒരുമിച്ച് നിൽക്കുവാൻ, കുടുംബമായി ഒരുമിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവസഭ ദൈവദാസനോട് ഒരുമിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആമേൻ, ചില വിടുതലുകൾ നടക്കാൻ പോകുക, ചിലത് നീ കാണാൻ പോകുക, ചില വിളവെടുപ്പ് നടക്കാൻ പോകുക. യവക്കൊയ്ത്തിന്റെ ആരംഭം നടക്കുക അവിടെ. ഹല്ലേലൂയ. ചിലർ കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾ നേരത്തെ പോവും. ഹല്ലേലൂയ. ഭർത്താവ് ഭാര്യയോട് പറയും, നീ പോടി, ഞാൻ പിന്നെ വന്നേക്കാം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരുമിച്ച് വേണം കേട്ടോ, ഒരുമിച്ച് വരണം. എങ്കിലേ ചിലത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇനി 2-ാം അധ്യായത്തിൻ്റെ ആരംഭം ഒന്ന് വായിച്ച്. ആ ആ ആ ആ ആ ആ ആ ആ ആ നിൽക്കണേ അവിടെ.
ഈ രൂത്തും നവോമി എവിടുന്ന് വരിക? മോവാബ്യ ദേശത്ത് നിന്നും അവർ നടന്നു വരികയാണ്. നമുക്കറിയാം, കുറച്ച് നടക്കുമ്പോൾ കാലിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ. അപ്പം ഇത്രയും ദൂരം നടന്ന് വന്ന് പുരയ്ക്കകത്ത് കയറിയ ഉടനെ രൂത്ത് അമ്മാവിയമ്മയോട് ചോദിക്കുക, എന്നോട് ദയ കാണിക്കുന്നവൻ്റെ വയലിലേക്ക് ഞാൻ പോകട്ടെ, അവിടെ ഞാൻ കതിർ പെറുക്കിക്കോട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ക്രിയ ചെയ്ത് നിന്നെ ഭവനത്തിൽ ഇരുത്തത്തില്ല. ഹല്ലേലൂയ. അവിടെ മുമ്പിൽ വെളിപ്പെട്ട് കിടക്കുകയാണ് വയൽ പ്രദേശം. സഭയാകുന്ന വയലിലേക്ക് ഇറങ്ങി വരുവാൻ വേണമെങ്കിൽ നമുക്ക് പറയാം, അമ്മ ഞാനൊന്ന് കിടന്ന് എൻ്റെ കാലിൻ്റെ പ്രയാസം ഒന്ന് മാറ്റിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോകാം. അല്ല, ഇന്നത്തെ ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കാം, എൻ്റെ ശരീരത്തിന് പ്രയാസമാണല്ലോ എന്നവൾ തീരുമാനിച്ചില്ല. അവൾ ദൂരെ നിന്ന് വന്നപ്പോഴേ വിളഞ്ഞു കിടക്കുന്ന വയൽ പ്രദേശം കാണുക. അവിടെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളി. ഹല്ലേലൂയ. ഞാൻ കേട്ടതിനേക്കാൾ ഹല്ലേലൂയ, ഈ ദേശം എത്ര അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ഈ ദേശം വിളവെടുപ്പിൻ്റെ ദേശമാണ്. ഓ, അവിടെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളുകയാ. അവൾക്ക് ഭവനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഓ, അവൾ വയൽ പ്രദേശത്തിലേക്ക് ആമേൻ ഇറങ്ങി വരിക, സഭയിലേക്ക് ഇറങ്ങി വരിക. ഹല്ലേലൂയ. നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഭവനത്തിലേക്ക് വരുമ്പോൾ കാലിനൊക്കെ പ്രയാസമുണ്ട്, ശരീരത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സഭയിൽ യോഗവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത്രയും ക്ഷീണിച്ച് വന്നതല്ലേ, ഒരല്പം ആശ്വസിക്കട്ടെ. ഹല്ലേലൂയ. പക്ഷെ ഉള്ളിൽ കിടന്ന ദർശനമുണ്ടല്ലോ, അവിടെ ക്ഷീണത്തെ മാറ്റി. വിളഞ്ഞു കിടക്കുന്ന വയൽ പ്രദേശം കൊയ്ത്തുകാർ കൊയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഉള്ളിൽ പ്രാപിച്ച ആത്മാവുണ്ടല്ലോ, അവളെ ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വയലിൽ ദൈവസഭയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ എനിക്ക് വേണ്ടുന്ന വിടുതൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവജനം ഭവനത്തിൽ ഇരിക്കത്തില്ല. അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ ഹല്ലേലൂയ ജോലിയൊക്കെ കഴിഞ്ഞ് ഓടി വന്നിട്ട് പെട്ടെന്ന് ഡ്രസ് ചെയ്ത് അവൻ ആരാധനയിലേക്ക് വരികയാണ്. ആമേൻ. 2-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വെച്ച് 2-ാം വാക്യം വായിച്ചേ. ഞാൻ നിൽക്കണേ. പോയിക്കൊള്ളുക മകളെ എന്ന് പറഞ്ഞു. ഇവിടെ നവോമി പരിശുദ്ധാത്മാവിന് നിഴല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ആലോചന ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പെന്തക്കോസ്തു നാളിൽ വെളിപ്പെട്ടത് പരിശുദ്ധാത്മാവാം ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ കാണിപ്പാൻ ആഗ്രഹിക്കുക. നമ്മളെങ്ങനെയാണ് ഹല്ലേലൂയ ഈ കൃപയിലേക്ക് വന്നത് എന്നിട്ട് എന്നതിൻ്റെ ശേഷം ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ദൈവദാസനൊന്ന് വരാം, ഇവിടൊന്ന് വന്നിക്കൂ. മോനും കൂടെ ഒന്ന് വന്നേ. ഇവിടെ നിൽക്കുക. അവിടെ നിൽക്കുക. മോനും കൂടെ വാ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഒരു കാര്യം ഞാനിവിടെ കാണിച്ചു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. മനപ്പുറത്തേക്ക്. ഇത് ഒരു ഉദാഹരണമാണ്. പിതാവായ ദൈവം തൻ്റെ സ്വരൂപത്തിൽ നിലത്തെ പൊടികൊണ്ട് ആദമിനെ സൃഷ്ടിച്ചു. അപ്പൻ്റെ അതേ സ്വരൂപത്തിൽ, അപ്പൻ്റെ അതേ അധികാരത്തിൽ ആദമിനെ സൃഷ്ടിച്ചു. അപ്പനെന്നും തോട്ടത്തിൽ വരും,
തൻ്റെ സൃഷ്ടിയെ കാണാൻ തൻ്റെ കൈകൊണ്ട് മെനഞ്ഞ പ്രൈസലോ സഹവാസം പുലർത്തുവാൻ അപ്പൻ്റെ തേജസ് കൊണ്ട് അവരെ അലങ്കരിച്ചിരുന്നു. എന്നാൽ അവിടേക്ക് ആര് വന്നു? സാത്താൻ വന്നു. അപ്പനെയും മോനെയും തമ്മിൽ തെറ്റിച്ചു കളഞ്ഞു. അപ്പൻ്റെ അടുക്കൽ നിന്ന് മോനെ അവനെ ശാപഗ്രസ്തനാക്കി മാറ്റി. അപ്പൻ്റെ അടുത്ത് വരാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇടയ്ക്ക് പാപം വന്നു. മോൻ അപ്പൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. മോനിങ്ങോ ഫെബിനിങ്ങോ മോനിവിടെ നിൽക്കേ, ഇങ്ങോട്ട് കയറി നിൽക്കേ. ഈ അപ്പൻ്റെ സ്വരൂപത്തിൽ അപ്പൻ്റെ അതേ അധികാരത്തിൽ സൃഷ്ടിച്ചതാണ് ആരെ? അപ്പൻ്റെ കൈകൊണ്ട് മെനഞ്ഞതാണ് ആദമിനെ. എന്നാൽ ഈ കൈകൊണ്ട് മെനഞ്ഞ തൻ്റെ അവകാശത്തെ തിരികെ പ്രാപിക്കണമെങ്കിൽ പാപത്തെ എന്ത് ചെയ്യണം? ഞാൻ ഈ പാപമായിട്ട് ഇടയ്ക്ക് നിൽക്കുക. ഈ പാപത്തെ തള്ളി മാറ്റിയെങ്കിലേ ഈ പുത്രൻ അപ്പൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഏകജാതനായ പുത്രനെ എന്ന് ആരംഭമുണ്ടായിരുന്ന അന്നേ ദൈവം തയ്യാറാക്കി വെച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ഇവിടെ നിൽക്കേ. നേരെ നിൽക്ക്. ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഇടയ്ക്ക് നിന്ന പാപത്തെ തൻ്റെ ശരീരത്തിൽ അങ്ങ് ഏറ്റെടുത്തു. സകല മാനവജാതിയുടെയും പാപത്തെ തൻ്റെ തോളിൽ ഏറ്റെടുത്ത് അപ്പോൾ ഇതെന്ത് ചെയ്തു? ആദമിനെ മറച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ കാൽവറിയാകത്താൽ മോനവിടെ നിന്നോണം. അവിടെ നിൽക്കും. ക്രിസ്തുവിൻ്റെ കാൽവറിയാകത്താൽ നഷ്ടപ്പെട്ടു ആദമിൻ്റെ പാപം നിമിത്തം ശാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ മാനവജാതിയെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ കാൽവറി യാഗത്താൽ ഒരു പുതിയ നിയമം ജനത്തിന് വിളംബരം ചെയ്തു. ഇനി നീ ആദമിലല്ല. ഹല്ലേലൂയ. മോനിയോ പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ആദമിലല്ല, ഞാൻ ഇനി നിൽക്കുന്ന ക്രിസ്തുവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദമിനല്ല ഞാൻ ജനിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ആദമിലല്ല ഞാൻ എന്നെ തിരഞ്ഞെടുത്തത്. എന്നെ തിരഞ്ഞെടുത്തത് ക്രിസ്തുവിലാ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം ഇവിടെ കാണിച്ചു തരിക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിൽക്കുന്നത് ശപിക്കപ്പെട്ട പാപം ചെയ്ത ആദമിലല്ല. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ ശാപത്തെ മാറ്റിക്കൊണ്ട്, എൻ്റെ പാപത്തെ മാറ്റിക്കൊണ്ട് കാൽവറിയിൽ യാഗമായി തീർന്നവൻ്റെ രക്തത്താൽ ഒരു പുതിയ ഉടമ്പടി അവൻ സ്ഥാപിച്ചു. ഇനി നീ നടക്കുന്നത് എവിടാന്നറിയാമോ? ഞാൻ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ 3 അവസാനം പറഞ്ഞുകൊണ്ട്, സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നാം പുതിയ സൃഷ്ടിയായി മാറി. നാം ആദമിലല്ല, ആദമിലുള്ള ശാപത്തെയും പാപത്തെയും കാൽവരി കുരിശിൽ മാറ്റിയെടുത്തുകൊണ്ട് ക്രിസ്തുവിലെന്നെ ഉരുവാക്കി. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19 തോന്നുന്നു, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകണം. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുന്നിടത്തോളം പ്രസവ വേദന എടുക്കുക. ആര്? പൗലോസ്. അപ്പൊ ക്രിസ്തു എവിടെയാ ഉരുവാകേണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകണം. പുറമേ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കൊണ്ടല്ല, ഉള്ളിൽ ക്രിസ്തു വെളിപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ അപ്പൻ്റെ അടുക്കലേക്ക്, അപ്പോൾ ഈ പുതിയ സൃഷ്ടി ചോദിക്കുക, അപ്പം ഞാൻ എന്നും നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു, അപ്പം എൻ്റെ ജീവിതത്തിൽ ബലഹീനതയുണ്ടല്ലോ, പിന്നെയും ഞാൻ പാപം ചെയ്യുന്നുണ്ടല്ലോ. ഇല്ലേ? പിന്നെയും ഞാൻ അറിയാതെ പാപം ചെയ്യുകയല്ലേ? അറിഞ്ഞുകൊണ്ടും പാപം ചെയ്യുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. അവിടേക്കാണ് പരിശുദ്ധാത്മാവാകുന്ന ഹല്ലേലൂയ ദൈവം തമ്പുരാൻ പറയുക, ഹല്ലേലൂയ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പുത്രനാം ദൈവത്തെ അവൻ ഭൂമിയിലേക്ക് വന്ന് മരിച്ച സകല ജനത്തിൻ്റെയും പാപത്തെയും ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് സഭയ്ക്കായി മധ്യസ്ഥത അണയ്ക്കുക. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മോനെ, അറിഞ്ഞോ അറിയാതെയോ നിൻ്റെ ജീവിതത്തിൽ നീ പാപം ചെയ്താൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് സഹായകനായി പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവസന്നിധിയിൽ ഇരുന്ന് എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ പാപക്ഷമ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാപക്ഷമ പ്രാപിച്ചു കഴിയുമ്പോഴാണ് നാം ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ എവിടെ ചെല്ലുമെന്നറിയാമോ? ദൈവത്തിനടുക്കൽ ചെല്ലുക. അവന് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ ഒക്കത്തില്ല, അവൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് സകല ജനത്തിനും വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്, സാത്താനെ, നീ പറഞ്ഞതുണ്ടല്ലോ, അവൻ എൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞു, ഞാൻ അവനെ എൻ്റെ രക്തം കൊണ്ട് അവനെ വീണ്ടെടുത്തത് എന്നേക്കുമായി. അവനെ വിട്ടുപോ, അവൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു മോനെ, താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത്. ഹല്ലേലൂയ. അവിടെ നോക്കിക്കേ, രക്ഷിക്കപ്പെട്ട് നവമിയോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായി പുത്രനാം ദൈവത്തെങ്കിലേക്ക് പിതാവ് ഒരുവനെ ആകർഷിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് പുത്രൻ മുഖാന്തരമായി എന്നേക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് അവന് പ്രവേശനം ലഭിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മളിവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നേക്കും പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ മുട്ടുമടക്കാൻ യോഗ്യത ലഭിച്ചവരാ. ഹല്ലേലൂയ. അപ്പോൾ നവോമിയുടെ അടുക്കിലേക്ക് രൂത്ത് വന്ന്, രൂത്ത് കൊയ്ത്തുകാരുടെ ഇടയിലേക്ക് ഇറങ്ങുവാൻ അവൾ നവോമിയുടെ ആലോചന ചോദിച്ചു.
അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചാൽ നീ എവിടേക്ക് പോകണമെന്നുള്ളത് ശരിക്കുള്ള ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. അവൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പെട്ടെന്ന് വായിക്കണേ, സമയം നമ്മുടെ മുമ്പിൽ പോവാ. പെട്ടെന്ന് വായിക്കണം. നോക്കിക്കേ, അവൾ അങ്ങനെ പോയിട്ട് വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് പെറുക്കി. കാല പെറുക്കുക എന്ന് പറഞ്ഞാൽ കൊയ്യുമ്പോൾ ചിലത് അവിടെ ഇവിടെയായി പൊഴിഞ്ഞു വീഴും. ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? കൊയ്ത്തുകാർ കൊയ്ത് കറ്റ കിട്ടും. അപ്പോൾ അവിടെ ഇവിടെയായി പൊഴിഞ്ഞു വീണത് പെറുക്കണം. അപ്പോൾ അങ്ങനെ പെറുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ പുറയിൽ നിന്നുകൊണ്ട് ഒന്ന് കുനിയണം. കുനിയാതെ പെറുക്കാനൊക്കത്തില്ല. വയൽ കണ്ടിട്ടുള്ളവർക്കറിയാം, നെല്ല് വയലിൽ നെൽകൃഷി നടത്തിയിട്ടുള്ളവർ, നെല്ല് കണ്ടിട്ടുള്ളവരൊക്കെ അവർക്കറിയാം. കുനിയാതെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, കാല പെറുക്കാനൊക്കത്തില്ല. അപ്പം ദൈവസഭയിൽ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒന്ന് കുനിയണം. ഞാൻ എന്ന ഭാവം മാറ്റി അത് സി ആയി മാറണം, ക്രിസ്തുവായിട്ട് മാറണം. നീ ഒന്ന് വളഞ്ഞു കൊടുക്കണം, എന്നിട്ടാണ് പെറുക്കേണ്ടിയത്. ഹല്ലേലൂയ. അവിടെ ഇവിടെയായിട്ടാണ് വീഴുന്നത്, അടുത്തടുത്ത് കിടക്കില്ല. അവിടെ നിന്നൊന്ന് പെറുക്കി, ഇപ്പുറത്ത് വന്നൊന്ന് പെറുക്കി, പിന്നെ ഇവിടെ വന്നൊന്ന് പെറുക്കി, അങ്ങനെ പെറുക്കി പെറുക്കി അവൾ പോവുകയാണ്. കുനിഞ്ഞും നിവർന്നും അവൾ എന്ത് ചെയ്യുകയാണ്? പെറുക്കുകയാ. വായിച്ചേ. ഭാഗ്യവശാൽ അവൾ ഭാഗ്യവശാൽ അവൾ എത്തപ്പെട്ടത് ബോവസിന്റെ വയലിലാ. ദൈവപൈതലേ, നമ്മൾ എത്തപ്പെട്ടത് ഹാലല് വീണ്ടെടുപ്പുകാരനായ ആ നല്ല ബോവസാകുന്ന ക്രിസ്തുവിന്റെ വയലിലാ. ഹല്ലേലൂയ. അടുത്തത് വായിച്ചു. അപ്പോൾ ഇത് ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്. ചിലർ ചോദിക്കുക, എന്തോ ആ ഭാഷ നിങ്ങളുടെ ചർച്ചിലൊക്കെ എന്തോ ഇത്ര വലിയ ബഹളം? ഹല്ലേലൂയ. കൊയ്ത്തുകാരും ഉടമസ്ഥനും തമ്മിലുള്ള ബന്ധമാ. ഹല്ലേലൂയ. ഈ വയലിന്റെ ഉടമസ്ഥൻ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവാ. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ നടക്കുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവര് തമ്മിൽ സംസാരിക്കുക. അടുത്ത ഭാഗം. യഹോ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്തോന്നറിയാമോ? അനുഗ്രഹത്തിന്റെ ആരാധനയാണ്. ഹല്ലേലൂയ. ദൈവസഭയിൽ വെളിപ്പെടുന്നത് അനുഗ്രഹത്തിന്റെ ആരാധനയാ. നിന്റെ ആരാധന വെളിപ്പെടുമ്പോൾ, നീ ദൈവത്തെ മഹത്വപ്പെടുമ്പോൾ, ദൈവം നിന്റെ മേൽ ആരാധന വർഷിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഭാഗം. അവൾ മോവാബിയ ദേശത്ത് നിന്ന് വന്ന മോവാബിയ സ്ത്രീ ആകുന്നു. അവൾ കാലത്ത് വന്ന് ഇതുവരെ കറ്റകളുടെ ഇടയിൽ നിന്ന് അവൾ എന്ത് ചെയ്യുക? പെറുക്കിക്കൊണ്ടിരിക്കുക. അവൾ ഭവനത്തിൽ അല്പസമയമേ താമസിച്ചുള്ളൂ. രക്ഷിക്കപ്പെടുന്ന ദൈവപൈതലേ, നിനക്കൊരു സാക്ഷ്യമുണ്ട്. സഭയിൽ നിനക്കൊരു സാക്ഷ്യമുണ്ട്. ദൈവദാസന്റെ ഒരു സാക്ഷ്യം നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത്തിരി പറയാനുണ്ട്, പക്ഷേ അതിലേക്കൊന്നും പോകാൻ സമയമില്ല. ഹല്ലേലൂയ. അപ്പൊ സാക്ഷ്യം പ്രാപിച്ചവനാ രക്ഷിക്കപ്പെട്ടവൻ. അവന്റെ ജീവിതത്തിൽ സാക്ഷ്യമുണ്ട്. അടുത്ത ഭാഗം.
നിക്കണേ. അവിടെ ബോവസ് പറയ, കേട്ടോ മകളെ. ഇവള് നാളുകളായി ഒരു നല്ല വാർത്ത അവിടെ ചെവിയിൽ വന്നിട്ട് ഇതുവരെ കയ്പിന്റെ അനുഭവങ്ങൾ അനുഭവിച്ച രൂത്ത്, ഹല്ലേലൂയ, കൊയ്ത്തുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവസഭയിലേക്ക് ഇറങ്ങി വന്ന ദൈവ പൈതലേ, ഇവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നിന്റെ പേരിന്റെ അവസ്ഥ, നിന്നോടുള്ള വിളിയുടെ അനുഭവം മാറുകയാ. കേട്ടോ മകനെ, കേട്ടോ മകളെ എന്നുള്ള വിളിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാ. ഭവനത്തിൽ മറ്റു പേരുകളാൽ നീ നിന്ദിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നെ മാറ്റി നിർത്താതെ മകനെ മകളെ എന്നുള്ള പേരാ വിളി. കേട്ടോ മകളെ. നിക്കണേ, പെറുക്കുവാൻ നീ വേറൊരു വയലിൽ പോകണ്ട. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇവിടേക്ക് കടന്നു വന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ദേശത്ത് പലതുകൊണ്ട്, പല വയലുകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, ദൈവം നീ ഇവിടെ കൊണ്ടുവന്നത് ദൈവാത്മാവാണെങ്കിൽ നിനക്ക് പെറുക്കുവാനുള്ളതെല്ലാം ഈ വയലിലുണ്ട്. ഈ പെറുക്കുവാൻ നീ വേറൊരു വയലിൽ പോകണ്ട. ഇവിടം വിടരുതെന്ന്. കർത്താവ് നിന്നെ കൊണ്ടുവന്നെങ്കിൽ നീ ഇവിടം വിട്ടു പോകരുത്. ചിലരെങ്ങനെയാണെന്നറിയാമോ? സ്വന്തം പാത്രത്തിലല്ല നോക്കുന്നത്. ഇവിടെ ഇങ്ങനെ പെറുക്കുമ്പോൾ അപ്പുറത്തെ വയലിൽ അവിടെ എന്തുമാത്രം വീഴുന്നുണ്ടെന്നാണ് നോക്കുന്നത്. സ്തോത്രം. ഇവിടെ കൊയ്ത്ത് നടക്കുക, ഇവിടെ പെറുക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ പെറുക്കുമ്പോഴും തല അങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പുറത്തെ വയലിൽ എന്തുമാത്രം വീഴുന്നുണ്ട്. ഹല്ലേലൂയ. പെറുക്കുവാൻ നീ വേറെ വയലിൽ പോകേണ്ട. വയലൊത്തിരിയുണ്ട്. നീ ഇവിടം വിടരുത്. ഇവിടെ നിനക്ക് തരാനുള്ളത് ഈ സത്യവേദ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടുന്നത് സകലവും ഇതിനകത്തുനിന്ന് പൊഴിഞ്ഞു വീഴും. നീ പെറുക്കിക്കോണം. ചിലരെങ്ങനെന്നറിയാമോ? സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെറുക്കാനൊന്നും അവർക്ക് നേരമില്ല. അവർക്ക് കൊയ്യണം. ഹല്ലേലൂയ. നേരത്തെ പെറുക്കാൻ പഠിക്കുക. പെറുക്കിയതിൻ്റെ ശേഷമാണ് പിന്നാണ് കൊയ്ത്തുകാരനാകുന്നത്. അടുത്ത ലെവലിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആദ്യം പാത്രത്തിൽ വീഴുന്നത് പെറുക്കണം. ഹല്ലേലൂയ. വായിച്ചേ. ഇവിടെ എൻ്റെ ബാല്യക്കാരികളോട് ചേർന്ന് കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോണേ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവസഭയിലേക്ക് വരുമ്പോൾ അവരെ വിശ്വാസ ഗണത്തിൽ ചേർക്കുകയാണ്. നീ പിന്നെ വിശ്വാസിയാ. വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച ഒരുവനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് വിശ്വാസ ഗണത്തിലാക്കുക. ഇവിടുത്തെ ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വച്ച് അവരുടെ പിന്നാലെ പൊക്കോണം. പ്രൈസ് ദി ലോർഡ്. ദൈവമാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരെ, അല്ലെങ്കിൽ അവർ കൊയ്തിടുന്ന ദൈവവചനത്തിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ പിന്നാലെ നീ പൊക്കോണം. ഇത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. അവർ കൊയ്തിടുന്ന നിലത്തിൻ്റെ മേൽ, നിലമെന്ന് പറയുന്നത് ഈ ദൈവവചനമാണ്. അവിടെ ആയിരിക്കണം നിന്റെ ദൃഷ്ടി. അടുത്തത് ബാല്യക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനും നിന്നെ തൊടാനൊക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നീ ഇതിനകത്ത് കയറി അവൻ്റെ ഹല്ലേലൂയ ചിറകനടിയില
നീ അഭയം പ്രാപിച്ചിരിക്കുന്നത് അവന്റെ രക്തത്താൽ നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. പരിശുദ്ധാത്മാവാകുന്ന മുദ്ര നിന്റെ മേൽ പതിയപ്പെട്ടതാ. ഒരു ശത്രുവിനും നിന്നെ തൊടാനൊക്കത്തില്ല. നീ ദൈവത്തിനുള്ളതാ, നീ ദൈവത്തിനുള്ളതാ. നീ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാ. ആമേൻ. അടുത്തത് നിനക്ക് ദാഹിക്കുമ്പോൾ, അപ്പം ദൈവ പൈതലേ, നീ ദൈവസഭയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വചനം പെറുക്കുക മാത്രമല്ല, പിന്നെയോ നിനക്കൊരു ആത്മദാഹമുണ്ടായിരിക്കണം. ബാല്യക്കാർ കോരി വെച്ചത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസത്തിൽ അഗ്നിയാൽ പിളർന്ന നാവുകളാൽ ഹല്ലേലൂയ അവന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവൻ പരിശുദ്ധാത്മാവം ദൈവത്തിന്റെ സാന്നിധ്യം അവൻ ദൈവമക്കളെ കൂടി വരുന്ന ദൈവസഭയിലുണ്ട്. അപ്പോൾ നിനക്ക് ഹല്ലേലൂയ വചനം പെറുക്കുക മാത്രമല്ല, ഈ ആത്മാവാകുന്ന നദിയിൽ നീ കോരി കുടിച്ചോണം. ഇന്ന് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരണ്ട, ഇന്ന് പകരപ്പെടുകയാ ചെയ്യുന്നത്. നീ കോരി കുടിച്ചോണം. ഹല്ലേലൂയ. നിനക്ക് എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ ദൈവസഭയിൽ ദൈവവചനത്തിന്റെ ശുശ്രൂഷ മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ആരാധനയുണ്ട്. നീ കോരി കുടിച്ചോണം. നിനക്ക് ദാഹിക്കുമ്പോൾ ബാല്യക്കാർ കോരി വെച്ചതിൽ നീ എന്ത് ചെയ്യണം? പിടിച്ചോണം. അടുത്തത് എന്നാറി അവൾ സാഷ്ടാംഗം വീണ അവളോട് ആ ആ ഓ ആ ആ ആമേൻ ആ ആ ആ ആ നോക്കിക്കേ. ഹല്ലേലൂയ. നിന്നെ നല്ലവണ്ണം നിന്റെ ആന്തരംഗത്തിനകത്ത് കയറി നിന്നെ അളന്നവൻ, ഹല്ലേലൂയ, അവനാ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഉള്ളത്. ഹല്ലേലൂയ. സ്വർഗം നിന്നെപ്പറ്റി സാക്ഷ്യം പറയുക, സഭ നിന്നെപ്പറ്റി സാക്ഷ്യം പറയുക. ആമേൻ. അടുത്ത ഭാഗം. നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ആ ആ നോക്കുകേ, നിന്റെ പ്രവൃത്തിക്ക് പൂർണ്ണ പ്രതിഫലം തരാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ദൈവ പൈതലേ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലേ, യോഗ്യമല്ലാതിരുന്ന സ്ഥലത്ത് നിന്നും ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് യോഗ്യനാക്കി മാറ്റി. അവൻ്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നെങ്കിൽ, അവൻ്റെ സാന്നിധ്യം നിന്റെ മേൽ പകർന്നെങ്കിൽ, നിന്റെ വിഷയത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായ പ്രതിഫലം കൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ആ ആ ആ നോക്കിയപ്പോൾ ദൈവസഭ വന്നപ്പോൾ അവർക്ക് ലഭിച്ചെന്നോ, നീ അവൻ ആശ്വാസം ലഭിച്ചു, ദയ തോന്നി. അപ്പം ഹല്ലേലൂയ, ആശ്വാസം ലഭിച്ചു, ദയ തോന്നി, കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നിന്റെ ഉള്ളിൽ ഉരുവായത് ക്രിസ്തുവാ. അപ്പം നിനക്ക് ലഭിച്ചത് എന്താണെന്നറിയാം? ദയ ലഭിച്ചു, ആശ്വാസം ലഭിച്ചു, അർഹിക്കപ്പെടാത്ത ദാനമാകുന്ന കൃപ, അനുഗ്രഹം നിനക്ക് ലഭിച്ചു. അടുത്തത് ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്ക. ഭക്ഷണം ചാറ്റിൽ മുക്കിക്കൊള്ളാൻ പറഞ്ഞു നിൽക്കണേ. അപ്പോൾ ദൈവസഭയിൽ എന്തൊക്കെയുണ്ട്? വചനം പൊറുക്കണം, പരിശുദ്ധാത്മാവിൽ നിന്ന് കോരിക്കുടിച്ചോണം. അടുത്തത് തിരുമേശയുണ്ടെന്ന്, അപ്പം നുറുക്കുണ്ടെന്ന്. ഭക്ഷണ സമയത്ത് അവൻ അവളെ വിളിച്ച്
കഷണം ചാറ്റിൽ മുക്കി അവൾക്ക് കൊടുത്തു. അവളെ മാറ്റിയിരുത്തിയില്ല. ദൈവസഭയിൽ കടന്നു വന്ന ദൈവ പൈതലെ, നിന്നെ മാറ്റിയിരുത്തത്തില്ല. അവൻ്റെ തങ്കച്ചോരയാൽ നിന്നെ നിർമ്മലീകരിച്ചെങ്കിൽ നിനക്ക് വേറൊരു സ്ഥലമല്ല. പന്തിയിലിരുത്തി അവൻ നിന്നെ ഊട്ടുന്നവനാ. നിരയിൽ നിന്നെ ഇരുത്തി, ഹല്ലേലൂയ, മാറ്റിയിരുത്താതെ ഒരേ നിരയിൽ ഇരുത്തി നിന്നെ ഊട്ടുന്നവനായ എൻ്റെ ദൈവം. അത് അർഹിക്കപ്പെടാത്ത ദാനമാകുന്ന കൃപ. ആമേൻ. അടുത്തത് വായിച്ചേ. അങ്ങനെ അവൾ ഇപ്പോൾ ഇരിക്കുന്നത് എവിടാന്നറിയാമോ? കൊയ്ത്തുകാരുടെ അരികില. അവൾ വന്നപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഭയപ്പാടോടുകൂടെ, ഹല്ലേലൂയ, പുറകിൽ നിന്ന് അവിടെയായി വീഴുന്ന കറ്റകളിൽ നിന്ന് തെറിച്ചു വീഴുന്ന കതിരു പെറുക്കുവാൻ അവൾ ആശിച്ചുകൊണ്ട് വന്നവളാ. അവിടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചുരിഞ്ഞപ്പോൾ ഇപ്പോൾ അവൾ ഇരിക്കുന്നത് എവിടാന്നറിയാമോ? കൊയ്ത്തുകാരുടെ ഇടയിൽ. പ്രൈസലോ. അടുത്തത് വായിച്ചേ. അവൻ അവൾക്ക്, ഹല്ലേലൂയ. അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷ കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്ന്, ജീവൻ പ്രാപിച്ചെന്ന്. ഹല്ലേലൂയ. ഇത് സാക്ഷാൽ മാംസം, എൻ്റെ മാംസവും ഇത് സാക്ഷാൽ എൻ്റെ രക്തവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നീ പ്രാപിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് ജീവൻ പ്രാപിക്കുക, നീ സന്തോഷം പ്രാപിക്കുക, ആനന്ദം പ്രാപിക്കുക. അടുത്തത്. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, ഇനി നിൽക്കണേ, അവക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് പോകാമായിരുന്നു. ഞാൻ അവിടുന്ന് നടന്നു വന്ന് ഇത്രയും ക്ഷീണം അനുഭവിച്ച് എൻ്റെ ശരീരത്തിലാണ് ഇവിടെ കൊണ്ട് ഇത്രയൊക്കെ പ്രാപിച്ചുള്ളൂ, ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഇനി ഒന്ന് വിശ്രമിക്കാമെന്ന് അവൾ വിചാരിച്ചില്ല. അവൾ വീണ്ടും പെറുക്കുവാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ജീവൻ പ്രാപിച്ചവൾ വീണ്ടും പെറുക്കുകയാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വന്ന് ജീവൻ പ്രാപിച്ചവൾ വീണ്ടും പെറുക്കുവാൻ എഴുന്നേൽക്കുകയാ. അല്ല, അവൾ പെറുക്കുന്നത് നിർത്തിയില്ല. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സാമർത്ഥ്യം പ്രാപിച്ചവൾ, ഹല്ലേലൂയ, ജീവന്റെ അപ്പത്തിൽ നിന്ന് ഭാഗം പ്രാപിച്ചവൻ, ഹല്ലേലൂയ, അത് പാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ജീവൻ അവളുടെ ഉള്ളിൽ തുടിച്ചു. അവൾ പിന്നെയും പെറുക്കുവാൻ എഴുന്നേറ്റു. അന്നേരം പറയുകയാണ്, ബാല്യക്കാരോട് പറഞ്ഞു വായിച്ചു. അയ്യോ, ഹല്ലേലൂയ. ഇനി അവൾ മാറി നിന്ന് പുറയിൽ നിന്ന് പെറുക്കാനുള്ളവളല്ല. ഇനി അവൾ കറ്റകളുടെ ഇടയിലേക്ക് വന്ന് പെറുക്കാനുള്ളവളാ. അവൾക്ക് പെറുക്കേണ്ടതിന് നീ ഒരു കാര്യം ചെയ്തോണം. കറ്റകളുടെ ഇടയിൽ നിന്ന് നീ വലിച്ചിട്ട് കൊടുത്തോണം. അല്പത്തിൽ വിശ്വസ്തനായവനെ, അല്പത്തിൽ വിശ്വസ്തനായവളെ, നിന്നെ അധികത്തിന് വിചാരകയാക്കാൻ പോകുക. ഹല്ലേലൂയ. നീ കടന്നു വന്ന വയൽ പ്രദേശത്ത് നീ പെറുക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ അർഹനാക്കി നിന്നെ പെറുക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റിക്കൊണ്ട് അടുത്ത തലത്തിലേക്ക് ദൈവം നിന്നെ വിടുകയാണ്. പ്രാർത്ഥിച്ചോ. ദൈവം ചില അനുഭവങ്ങളാ നിറയ്ക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നും കാല പെറുക്കുന്നവനായിട്ടല്ല, പിന്നെയോ കറ്റകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ചിലത് വലിച്ചിട്ട് നിനക്കായി, ഹല്ലേലൂയ, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. അവൻ്റെ വലിയ പദ്ധതികളുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചോ, സമയം പോകുന്നല്ലോ. അവളെ ഉപദ്രവിക്കരുത്. വലിച്ചിട്ടേക്കണം, സഹായിക്കരുത്. ഇങ്ങനെ അവൾ എത്ര നേരം പെറുക്കി? വൈകുന്നേരം വരെ പെറുക്കി. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയെന്ന് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് വരെ പെറുക്കുവാനുള്ളത് ഈ വയൽ പ്രദേശത്തുണ്ടെന്ന്. ഹല്ലേലൂയ.
കർത്താവിൻ്റെ വരവ് വരെ പെറുക്കുവാനുള്ളത് മുഴുവനും ഹല്ലേലൂയ ഇതിനകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ സ്കൂളിലും കോളേജിലും പോയി പഠിക്കുന്ന പോലല്ല. അവിടെ ഓരോ പുസ്തകങ്ങളും മാറി മാറിയാണ് പഠിക്കുന്നത്. ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ, ഹല്ലേലൂയ, എൻജിനീയറിങ്ങിന് പോകണമെങ്കിൽ, നേഴ്സിങ്ങിന് പോകണമെങ്കിൽ വേറെ വേറെ പുസ്തകങ്ങളാ. എന്നാൽ ഇതിനകത്തുണ്ട് ഒറ്റ ഒരു പുസ്തകമേ ഉള്ളൂ. കൊച്ചു പൈതൽ മുതൽ ഹല്ലേലൂയ ഡോക്ടറേറ്റ് എടുക്കുന്നവന് വരെ പഠിക്കാനുള്ളത് മുഴുവൻ, പെറുക്കാനുള്ളത് മുഴുവൻ ഇതിനകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ സർവകലാശാല. ഹല്ലേലൂയ. ഒറ്റ പുസ്തകത്തിൽ നിന്ന് നിനക്ക് ഡോക്ടറേറ്റ് തരും. ഒറ്റ പുസ്തകത്തിൽ നിന്ന് നിനക്ക് ഹല്ലേലൂയ സൺഡേ സ്കൂളിലെ വിദ്യാഭ്യാസമുണ്ട്. ഈ ഒറ്റ പുസ്തകത്തിൽ നിന്ന് യൂത്തിന് വേണ്ടുന്നതുണ്ട്. ഈ ഒറ്റ പുസ്തകത്തിൽ നിന്ന് വൃദ്ധന്മാർക്ക് വേണ്ടുന്നതുണ്ട്. സകലതും ഇതിനകത്തുണ്ട്. രോഗികൾക്ക് വേണ്ടിയത്, വിടുതലിന് വേണ്ടിയത് മുഴുവൻ ഇതിനകത്തുണ്ട്. ആമേൻ. അടുത്ത ഭാഗം കൂടെ വായിച്ച് ഒരു 5 മിനിറ്റ് എടുത്തോട്ടെ. നോക്കിക്കേ, പെറുക്കിയതും മെതിച്ചപ്പോൾ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിക്കണമെന്ന്. നിങ്ങൾ മെതി കണ്ടിട്ടുണ്ടോ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഈ ആ സമയത്തൊക്കെ പെട്രോമാക്സാ, റാമ്പൽ വിളക്കും പെട്രോമാക്സും ഒക്കെയാണ് കൊയ്തത് വയലിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. രാത്രിയിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? വലിയ ഈ കമുകിൻ്റെയോ അല്ലെങ്കിൽ ഉണങ്ങിയ മുളയോ ഒക്കെ കൊണ്ടുവന്ന് രണ്ടറ്റത്തായിട്ട് ഇങ്ങനെ ക്രോസായിട്ട് വെച്ച് കെട്ടി, ഇടയ്ക്കൂടെ ഒരു തടി ഇട്ടിട്ട് അതിങ്ങനെ കെട്ടി വെക്കും. എന്നിട്ട് ആദ്യം ഈ കറ്റകളൊക്കെ എടുത്ത് ഒന്ന് തല്ലുമ്പോൾ ചിലതൊക്കെ പൊഴിഞ്ഞു വീഴും. ബാക്കിയുള്ളത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഇടയ്ക്കുള്ള ഈ മുളവടിയെ പിടിച്ചുകൊണ്ട് 2 കാലിനും ഇടയിലിട്ട് ഇങ്ങനെ ചവിട്ടി അതിനെ മെതിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി വന്നേച്ചേ പെറുക്കിയെടുത്തതുണ്ടല്ലോ, മുഴങ്കാലുമായി ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കണമെന്ന്, പ്രാർത്ഥനയാകുന്ന മെതി നടത്തണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയാകുന്ന മെതി നടത്തുമ്പോൾ വരാനുള്ളത് നിന്റെ കരങ്ങളിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കിട്ടിയതും കൊണ്ട് അങ്ങനെ പോകരുത് കേട്ടോ. ഇങ്ങനെ പെറുക്കിയതും കൊണ്ട് ഓടി വീട്ടിലൊക്കെ പോകരുതെന്ന്. പെറുക്കിതമായിട്ടിരുന്നൊന്ന് മെതിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് അതിനെ എന്ത് ചെയ്യണം? നിന്റെ കരത്തിനുള്ളിലാക്കണം. മെതിച്ചത് കരങ്ങളിൽ വന്നപ്പോൾ ഒരു പറ യവം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കരങ്ങളിൽ ലഭിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അടുത്ത ഭാഗം കൂടെ വായിച്ചേ. അവൾ അതെടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കിക്കൊണ്ട് വന്നത് നോക്കിക്കേ. അപ്പൊ അവിടെ വന്നത് അവൾ തിന്ന് ശേഷിപ്പിച്ചായിരുന്നു. എന്താണ് തിന്ന് ശേഷിപ്പിച്ചത്? അവൾക്ക് ലഭിച്ച ആനന്ദം, മലര്, സന്തോഷം. അവൾ ആദ്യം എവിടെ കൊണ്ട് കൊടുത്തെന്നറിയാമോ? തൻ്റെ അമ്മായിയമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. എന്ന് പറഞ്ഞാൽ തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന സന്തോഷം വിളമ്പിയെന്ന്. ആരാധിച്ചിട്ട് ഇവിടുത്തെ ഈ ഹല്ലേലൂയ ഡോറടച്ച് പുറത്തു പോകുമ്പോൾ നിന്റെ സന്തോഷം ഇവിടെ ഇട്ടിട്ട് പോകരുത്. ആ സന്തോഷം കൊണ്ട് വേണം നിന്റെ ഭവനത്തിലേക്ക് പോകാൻ. ഹല്ലേലൂയ. ഇവിടെ പ്രാപിച്ച സന്തോഷം ആദ്യം ഭവനത്തിൽ വെളിപ്പെടണം. ഇവിടെ ലഭിച്ച വചനങ്ങൾ അവിടെ ചർച്ച ചെയ്യണം. അവിടെ സന്തോഷം പ്രാപിക്കണം. അല്ലാതെ ഇതിൻ്റെ ഗേറ്റ് അടയ്ക്കുമ്പോൾ, ഗേറ്റിന് പുറത്ത് പോകുമ്പോൾ സന്തോഷം ഇവിടെ കളഞ്ഞിട്ട് പോകരുത്. അതുമായിട്ട് വേണം പോകാൻ. വീട്ടിൽ ആനന്ദം വേണമെന്ന്, സന്തോഷം.
ആ അവൾ പെറുക്കിയത് എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയാമോ? പട്ടണത്തിലേക്ക്. ഇവിടെ കയ്യിൽ ലഭിച്ചത് എന്താണെന്ന്? സുവിശേഷത്തിൻ്റെ വിത്ത ലഭിച്ചത്. ഇത് പട്ടണത്തിൽ വിതറാനുള്ളതാ. ഹല്ലേലൂയ. പട്ടണത്തിൽ ഈ സുവിശേഷത്തിൻ്റെ വിത്ത് വിതറുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചിലതിനെ കൂട്ടിവരുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. വൈകുന്നിടം വരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ വരവ് വരെ ഈ സുവിശേഷം ഈ ഭൂമിയിൽ അറിയിക്കാനുള്ളതാ. ഇത് വിതറാനുള്ളതാ, ഇത് പൂട്ടിവെക്കാനുള്ളതല്ല. ആമേൻ. സമയം പോകുന്നതുകൊണ്ട് സമയം തീർന്നു. ഞാൻ അവസാന ഭാഗം പറഞ്ഞങ്ങ് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്ത പടിയെന്ന് പറയുന്നത് വീണ്ടെടുപ്പുകാരനായ ബോവസിൻ്റെ മണവാട്ടിയാകാൻ പോവുക. ഹല്ലേലൂയ. ബോവസിൻ്റെ വയലിലേക്ക് വന്ന് ഹല്ലേലൂയ പെറുക്കുവാൻ ആഗ്രഹിച്ചവൾ, ആമേൻ, അതിൻ്റെ ഉടമസ്ഥനെ വിവാഹം കഴിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം, അതിലേക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ല. അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തം ജാതികളിലേക്ക് വരേണ്ടതിന് അത് ക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ ജാതികളിലേക്ക് അത് ഒഴുകിയെത്തി. ഇരുപക്ഷത്തെയും അവൻ ഒന്നാക്കി. ഇനി യഹൂദനെന്നില്ല, യവനനെന്നില്ല, രണ്ടിനും ഒരു പക്ഷം, ഒരു വ്യവസ്ഥ. ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവാകണം. പുറത്തൊരുവായിട്ട് കാര്യമില്ല, ചർച്ചിൽ വന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അകത്തു നീ യഹൂദനായി മാറണം. അകത്തു നീ, ഹല്ലേലൂയ, ക്രിസ്തു ഉരുവാകട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. അവൾ അടുത്ത പടി ചെല്ലുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രാപിച്ചവൾ ചെല്ലുകയാണ്. ബോവസിൻ്റെ പുതപ്പെടുത്ത് അവളുടെ ദേഹത്തവൾ ഇട്ടു. അല്ല, അവിടെ അവൻ്റെ കാലിലെ പുതപ്പ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ, ഹല്ലേലൂയ, നിനക്കായി കുരുളറക്കപ്പെട്ടവൻ, യാഗമായി തീർന്നവൻ, ഇതാ അവൻ്റെ പുതപ്പ് നിന്റെ മേൽ വീഴാൻ സമയമായിരിക്കുന്നു. ഇനി അധിക സമയമില്ല. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന കർത്താവിൻ്റെ വരവ് അടുത്തു പോയി. അതിലേക്ക് നിങ്ങൾ ഒരുക്കം പ്രാപിക്കുക. അവന്റെ പുതപ്പ് വീഴാൻ സമയമായി. മോവാബ് ദേശത്ത് ശപിക്കപ്പെട്ടവൾ, ഹല്ലേലൂയ, അവൻ 10ാം തലമുറ വരെ ദൈവസന്നിധിയിൽ വരരുതെന്നുള്ള കണ്ടീഷൻ ഇരിക്കെ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ അവളുടെ പേര് വരുവാൻ ഇടയായി തീർന്നു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഓ, എത്രമാത്രം ദൈവത്തെ ആരാധിച്ചാൽ ശരിയാകും. പക്ഷേ ഇന്ന് രാത്രിയിൽ ഇവിടെ എൻ്റെ സമയം തീരുക. കാരണം നിങ്ങൾക്കും ഭവനത്തിൽ പോകണം. അല്ല, എനിക്കും ഇന്ന് രാത്രിയിൽ 12:50 എൻ്റെ ട്രെയിനിൻ്റെ സമയം. ഹല്ലേലൂയ. എനിക്കും പോകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം നമുക്ക് 1 മിനിറ്റ് ഒന്ന് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ മുമ്പിൽ ലഭിച്ച ദൈവവചനത്തിലേക്ക് നമുക്കൊന്ന് വരാം, ഒന്ന് മടങ്ങി വരാം. എൻ്റെ നട്ടെല്ല് ഓപ്പറേഷന് വേണ്ടി എന്നെ വിധിക്കപ്പെട്ടതാണ്. ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു 3.5 വർഷക്കാലം സൗദിയിലും 3.5 വർഷക്കാലം ഞാൻ അബുദാബിയിലുമായിരുന്നു. അവിടെ വെച്ച് ദൈവം എന്നെ തൊട്ടു. എനിക്ക് 1 കിലോ വെയിറ്റ് എടുക്കാൻ ഒക്കത്തില്ലായിരുന്നു. പക്ഷെ ദൈവാത്മാവിനോട് സംസാരിച്ചു. ഞാൻ അങ്ങനെ അവിടുത്തെ ജോലി രാജിവെച്ച് ഞാൻ ബോംബെയിൽ വന്നു. ബോംബെയിൽ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേദനയുണ്ടായി. അവിടെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു പാരലൈസ് ആയി പോവും, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
ആദ്യം ഞാൻ വെസ്റ്റേൺ സൈഡിലാണ് ഒരു 3.5 വർഷക്കാലം ഞാൻ ശുശ്രൂഷയിലായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആയിരിക്കുന്ന ബോംബെയിൽ അംബർനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പ്രവർത്തനം തുടങ്ങിയപ്പോൾ എനിക്ക് അതിഭയങ്കരമായ വേദനയായി. എന്നെ 3 സഹോദരന്മാരാണ് പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവർ എന്നെ MRI സ്കാൻ ചെയ്ത് ഡോക്ടർ വരണം, ഓപ്പറേഷന് വേണ്ടിയുള്ള സമയം ക്രമീകരിക്കണം. ഞാനിങ്ങനെ ബെൽറ്റിട്ട് വെയിറ്റിട്ട് 8.5 കിലോയുടെ വെയിറ്റിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുക. ആരുടെയും പരസഹായമില്ലാതെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ഡോക്ടർ വന്നു, ഈ ഫയലുകൾ എടുത്ത് നോക്കി, തുടർച്ചയായി നോക്കി. 10 മിനിറ്റ് നേരം നോക്കിയിട്ട് എന്നോട് പറയാം, നീ എന്തിനാ ഇവിടെ കിടക്കുന്ന, എഴുന്നേറ്റ് ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ അനങ്ങാൻ വയ്യാതെ കിടക്കുക. ആ സമയത്ത് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം നടന്നു. ഞാൻ തന്നെ ബെൽറ്റ് അഴിച്ചു, വെയിറ്റ് മാറ്റി ചാടി എഴുന്നേറ്റു. അന്ന് മുതൽ ചാടാൻ തുടങ്ങിയതാ, അന്ന് മുതൽ ഓടാൻ തുടങ്ങിയതാ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് പോയത് ബൈക്കിലാണ് പോയത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബൈക്കും കാറും ഒന്നും അധികം ഓടിക്കരുതെന്ന്. ഞാൻ തിരുവല്ല വരെ ഇവിടുന്ന് ബൈക്കിൽ പോയിട്ട് ബൈക്ക് തിരിച്ചു വന്നു. ആമേൻ. ഈ ദൈവം എന്നെ സൗഖ്യമാക്കിയതിന് ശേഷം 250 കിലോമീറ്റർ ഒറ്റയടിക്ക് ഞാൻ ഓടിച്ചു. പിറ്റേ ദിവസം അതേ 250 കിലോമീറ്റർ ഓടിച്ച് തിരികെ വന്നു. ദൈവം സൗഖ്യമാക്കിയ, ദൈവം തൊട്ടാൽ സൗഖ്യമാകട്ടോ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സൗഖ്യമാക്കുന്നവൻ ഇവിടെയുണ്ട്. ഇന്ന് ചിലരെ ദൈവം തൊടുകയാ, ചിലരെ ദൈവം തൊടുകയാ. വിശ്വാസത്തിൻ്റെ കരമൊന്ന് വെച്ച്, വിശ്വാസത്തോടെ കരമൊന്ന് വെച്ച് ഇന്ന് സൗഖ്യദായകൻ നിനക്കായി വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം സൗഖ്യം നടക്കുന്ന രാത്രിയിൽ അവൻ സൗഖ്യമാക്കുന്നവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. നിന്റെ സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നു. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം ഒന്നുമിരിക്കുന്നു. 6 വർഷം വരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 6 വർഷം വരെ ഞങ്ങൾ അവിടെ ബോംബെയിൽ ഒരു ലേഡി ഡോക്ടറെ പോയി കണ്ടു. നേരം ഡോക്ടർ പറയുകയാണ്, എന്നെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന്. എന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ യേശുവിനെ വിളിക്കുന്നവരാണ്. എന്നിട്ട് അവർ ഞങ്ങളോട് പറയുക, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് കഴിയുമെന്ന്. അവർക്ക് ഈ സത്യം അറിയാം. അത് പറഞ്ഞതിൻ്റെ 6-ാം മാസത്തിൽ ദൈവം ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നു. ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. മൂത്ത മകളുടെ പേര് ഫെബ. അവൾ BSc നേഴ്സിംഗ് കഴിഞ്ഞ് 3 PG സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവിടെ വിവാഹം കഴിഞ്ഞു. അവളൊരു ശുശ്രൂഷകൻ്റെ ഭാര്യയായി ഇന്ന് അജുമാനിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു ആൺപൈതലിനെ കൂടെ ദൈവം തന്നു, ഫെബിൻ. ഹല്ലേലൂയ. അവൻ്റെയും കല്യാണം കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവരെ കരങ്ങളിലെടുത്തു. മോന് കീബോർഡ്, ഗിറ്റാറ്, ഡ്രം സെറ്റ് ഇതെല്ലാം വായിക്കും. നല്ല ഒന്നാം തരമായിട്ട് പ്രസംഗിക്കും. എന്നെക്കാട്ടിലും മികച്ചതായിട്ട് അവൻ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവം തന്നാൽ, ദൈവം കരത്തിലെടുത്താൽ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. എനിക്കിന്ന് ഭൂമിയിൽ ഒരു വീടുമില്ല, 1 സെന്റ് സ്ഥലം പോലും ഇല്ല. എനിക്കുള്ളതെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്കുള്ളത് നിനക്ക് തരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവ് നോക്കിക്കോണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എനിക്കുള്ളതെല്ലാം അവിടെ ഒരു അല്പ സ്ഥലം മേടിച്ച് അതിനോട് ചേർന്ന് താമസിക്കാനുള്ള ക്രമീകരണവും ഹോളും പാഴ്സണേജും എല്ലാം ഒരുമിച്ച് ഈ പ്രിയ ബ്രദറും മാതാവും ഒക്കെ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ആമേൻ. ഗ്രാമത്തിനകത്ത് ജാതികളുടെ ഇടയിൽ പലരും എന്നെ വിളിച്ചതാ, നല്ല ചർച്ച തരാം, പാസ്റ്റർ വന്നാൽ മതി, വാഹനം തരാം, എല്ലാം തരാം. ഞാൻ പറഞ്ഞു, എൻ്റെ അകത്ത് വീണ വിത്ത് ഇവിടെ തന്നെ ഈ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനാണ്. അതുകൊണ്ട് ദൈവം, എൻ്റെ സാക്ഷ്യം പറയാനാണ് ഇനി 1 മണിക്കൂറുണ്ട്. ഞാനിവിടെ നിർത്തുക.
എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ദൈവം അങ്ങേറ്റെടുത്തു. അവിടെ കല്യാണ വിഷയം ദൈവം അങ്ങേറ്റെടുത്തു. എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എൻ്റെ സ്വർഗത്തിലെ ഭണ്ഡാരം ഇത്ര വലിയതാണെന്ന് നീ രുചിച്ചറിഞ്ഞത്. ഓ ഹല്ലേലൂയ. ദൈവം ഇതിലെ നമ്മുടെ കർത്താവിൻ്റെ ഭണ്ഡാരം വലുതാണ് കേട്ടോ. ഈ ലോകത്തിലേക്കൊന്നും ഇറങ്ങിപ്പോകല്ലേ. കർത്താവ് ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുക, നമ്മുടെ കർത്താവ് വരാൻ സമയമായി. നിങ്ങൾ ഒരുക്കം പ്രാപിച്ചു. വചനത്തിൽ കൂടെയുള്ള ദൂത് തന്നു. വ്യക്തിപരമായി ഇടപെടാൻ ഇന്ന് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അതിനകത്തുനിന്ന് പെറുക്കിയെടുത്തോ. ഇങ്ങനെ രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ അവസരം ഒരുക്കി തന്നു. സഭ അതിനെ അനുകൂലിച്ചു. നിങ്ങൾ ഇന്ന് രാത്രി ഇത്രയും പേര് ഇവിടെ കടന്നു വന്നത് നിങ്ങൾ കാണിച്ച ദൈവദാസനോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സഭയിൽ ഉള്ള സകല പ്രിയപ്പെട്ടവരെയും, കുഞ്ഞു കുട്ടികളടക്കം ഇവിടെ കടന്നു വരുന്ന സകല പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ച് ഇനി ഇവിടെ കടന്നു വരുമ്പോൾ ഇത്രയും പേരല്ല, ഈ ഹോള് നിറയാൻ പോവുക. ഒരു വലിയ വിടുതൽ ക്രമീകരണം ദൈവം വരുത്താൻ പോവുക. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ.